അവളിൽ പേടിപ്പെടുത്തുന്നത് പോലെ. തൊട്ടടുത്ത മുറിയിലായിരുന്ന അമിത് ആ നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചു. അവൻ വേഗം സിതാരയുടെ മുറിയിലേക്ക് വന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു. കട്ടിലിന്റെ ഒരു മൂലയിൽ ചെവികൾ രണ്ടും കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് വിറച്ചു വിറച്ച് കരയുന്ന സിതാര. അമിത് ഓടിച്ചെന്ന് അവളെ തൊട്ടു. അവന്റെ സ്പർശനം അറിഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റ് അവനെ വട്ടം പിടിച്ചു. ഒരു കൊച്ചുകുട്ടി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ശരീരം പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിയാവുന്നു, പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ. അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചു നനച്ചു. ആ നിമിഷം അമിത് മൽഹോത്ര എന്ന ബിസിനസ്സുകാരൻ വെറുമൊരു മനുഷ്യനായി മാറി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിൽ തടവിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു. ഇല്ല, ഞാൻ എങ്ങും പോകില്ല, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലേ. അവന്റെ ഹൃദയമിടിപ്പ് കേട്ടപ്പോൾ അവൾക്ക്